വെൽക്കം ബാക്ക്. പോലീസ് തുടരുന്നു. DFO ഓഫീസ് ആക്രമണ കേസിൽ PV അൻവർ MLAക്ക് ജാമ്യം. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത്. കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യവും അനുവദിച്ചില്ല. ആക്രമണത്തിന് MLA ആഹ്വാനം ചെയ്തതിന് തെളിവില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇതോടെ PV അൻവർ ജയിൽ മോചിതനായി. മണിക്കൂർ നീണ്ട ജയിൽവാസത്തിനു ശേഷം PV അൻവറിന് മോചനം. ശക്തമായ വാദപ്രതിവാദമാണ് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. PV അൻവറിന്റെ നേതൃത്വത്തിൽ 40 പേർ വന്ന് പൊതുമുതൽ നശിപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരാണ് പ്രതികൾ. ഇതെങ്ങനെ എത്തിയെന്ന് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ബാധിച്ചത്. PV അൻവറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസിന്റെ ആവശ്യം കോടതി നിരാകരിച്ചു. ഉച്ചയ്ക്ക് 12:47 4 പേരെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ 4:45 പുറത്തിറങ്ങിയ FIRൽ അവരുടെ പേരില്ല. ഭരണമുന്നണിക്ക് അൻവറിനോട് എതിർപ്പുണ്ടെന്നും അൻവറിന്റെ അഭിഭാഷകൻ വാദിച്ചു. അറസ്റ്റ് നിർബന്ധമാക്കുന്ന എന്ത് സാഹചര്യമാണുള്ളതെന്നും ഇതുപോലെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ പൊതുപ്രവർത്തനം സാധിക്കില്ലെന്നും വാദം. 12 മണി മുതൽ കസ്റ്റഡിയിലുള്ളവരുടെ പേരുകൾ എന്തുകൊണ്ട് FIRൽ ഇല്ലെന്ന് കോടതി ചോദിച്ചു. കൂടാതെ സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധത്തിൽ വന്നുകൂടാ എന്നുണ്ടോ എന്നും ചോദ്യം. വൈകിട്ട് 5 മണിയോടെ ജാമ്യം അനുവദിച്ച് ഉത്തരവായി. കോടതി ഇന്ന് പുറപ്പെടുവിച്ച ഓർഡറിൽ ആദ്യത്തെ ഓർഡർ ആ കസ്റ്റഡി ആപ്ലിക്കേഷൻ തള്ളിക്കളയാണ് ചെയ്തത്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ആദ്യത്തെ ഫൈൻഡിംഗ്. നീതി ലഭിച്ചുവെന്ന് DMK പ്രവർത്തകർ. ജാമ്യം ലഭിച്ച PV അൻവർ 1.5 വിട്ട ബുധനാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. 35,000 രൂപ കെട്ടിവെക്കണം. 50,000 രൂപയുടെ 2 ആൾ ജാമ്യം. ഇതാണ് വ്യവസ്ഥ. 24 മലപ്പുറം.